ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്മൈൽ വിത്ത് ലിയ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് മെറ്റേണിറ്റി ടൈമിലും അതുപോലെ ഫീഡിങ് ടൈമിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 5 കുർത്തീസാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഫ്രോക്ക് ടൈപ്പ് ഉണ്ട്, അതേപോലെ നമുക്ക് നല്ല സിബൊക്കെ ഉള്ള ടൈപ്പാണ്. അപ്പോൾ അത് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് മീഷോയിൽ നിന്നാണ്. അങ്ങനത്തെ ഒരു 5 ഡ്രസ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ പോകുന്നത്. ഇന്ന് കാണിക്കാൻ പോകുന്ന ഈ 5 ഡ്രസ്സുകളും ഞാൻ മെഷീൻ വാഷ് ചെയ്യുന്നതാണ്. ഒരുപാട് നാൾ മീൻസ് ഈ പ്രഗ്നൻസി ജേണി തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളാണ്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ. ഫസ്റ്റ് വൺ ഈ ഒരു റെഡ് കളറിലുള്ള ഡ്രസ്സാണ്. ഇതിൻ്റെയൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ ഈ സൈഡിൽ കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫാബ്രിക് എന്ന് പറയുന്നത് റയോൺ മെറ്റീരിയലിലാണ് വരുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നമുക്ക് ഇടാനൊക്കെ നല്ലതാണ്. ഇവിടെ 2 സിബ് വരുന്നുണ്ട്. പിന്നെ നെക്ക് എന്ന് പറയുന്നത് വീനെക്കാണ് വരുന്നത്. പക്ഷേ ഒരുപാട് ഡീപ്പൊന്നുമല്ല നെക്ക്. വീനെക്കാണെങ്കിൽ നമുക്ക് നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന 2 സൈഡ് ഫീഡിങ്ങിന് മേളിൽ നിന്നാണ് കേട്ടോ സിബ്. കണ്ടില്ലേ, ഇങ്ങനെ സിബുണ്ട്. ഇത് S2 അതായത് സ്മോൾ സൈസ് ടു XXL വരെ ഇത് അവൈലബിൾ ആണ്. പിന്നെ വരുന്നത് ഇത് നല്ല ഫീഡിങ് ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇത് ഒരു ചെറിയൊരു ഷോർട്ട്സ് എന്തെങ്കിലും മടിയിലിട്ടാൽ മതി നമുക്ക്. കാരണം പാൻറ്റൊക്കെ വലിച്ചിടുക എന്ന് പറയുന്നത് ഈ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പൊക്കെ ആണെങ്കിൽ അത്യാവശ്യം അഫോർഡബിൾ ആണ്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ താഴെ കൊടുക്കാം കേട്ടോ. ഇങ്ങനത്തെ പ്രിൻ്റാണ് വരുന്നത്. പ്രിൻ്റൊന്നും ഇതുവരെയും പോയിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മെഷീൻ വാഷാണ് ചെയ്യുന്നത്, എന്നിട്ടും പ്രിൻ്റൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിട്ടിട്ടുള്ള വീഡിയോ ഞാനിവിടെ കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഐറ്റം. അടുത്ത ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതും ഒരു റയോൺ ടൈപ്പിൽ തന്നെയാണ് വരുന്നത്. ഇത് ഫിറ്റ് ആൻഡ് ഫ്ലെയർ ടൈപ്പാണ് വരുന്നത്. ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഒരുപാട് കളർ, എനിക്ക് തോന്നുന്നു ബ്ലാക്ക്, ഗ്രീന്, പിങ്ക് ഒക്കെ ഇതിൻ്റെ തന്നെ സെയിം ഇതിൽ തന്നെ. പ്രിൻ്റ് മാത്രം വ്യത്യാസമായിട്ട് അവൈലബിൾ ആണ്. നല്ല പ്രിൻ്റാണ് കേട്ടോ, നല്ല കംഫിയാണ്. നമുക്ക് ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്, എലാസ്റ്റിക് മോഡലാണ് വരുന്നത്. ഇതിന് പിന്നെ ഫീഡിങ്ങിന് പറയുമ്പോഴേ നമുക്കിതിൽ സിബ് അവൈലബിൾ അല്ല. അതിന് പകരം നമുക്ക് സിബ് വേണമെങ്കിൽ അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ 2 സൈഡിലായിട്ട് സിബ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. നല്ല ലോങ് ആയിട്ടുള്ളൊരു ഗൗണ് പോലത്തെ ഒരു ഡ്രസ്സാണ് ഇത് വരുന്നത്. ഇതിൻ്റെ സ്ലീവ്സ് ക്വാർട്ടർ സ്ലീവാണ് കേട്ടോ, ക്വാർട്ടറായിട്ടാണ് വരുന്നത്. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഐറ്റം. അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഈ ബ്രൗൺ കളറിലുള്ള ഈ ക്യൂട്ടായിട്ടുള്ള ഡ്രസ്സാണ്. ഇത് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ഫോട്ടോഷൂട്ടിനൊക്കെ ഇതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ സ്ലീവ് എന്ന് പറയുന്നത് ഇങ്ങനെ വരുന്നൊരു റൗണ്ട് സ്ലീവാണ്, ഷോർട്ട് സ്ലീവാണ്. അതേപോലെ നെക്ക് ഇത് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഇങ്ങനെ നമുക്ക് എലാസ്റ്റിക് ആണ്. ഈ എലാസ്റ്റിക് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ ഫ്ലെയർ ടൈപ്പാണ് വരുന്നത്. ഇതൊക്കെ ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോസ് സൈഡിൽ കാണിക്കാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട, എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണിത്. ഭയങ്കര കംഫിയാണ്. പിന്നെ ഇതിട്ടിട്ട് എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ ഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. ഇത് സ്മോൾ സൈസ് ടു XL ആണ്. ഇത് എനിക്ക് ലാർജ് മതിയായിരുന്നു. ചിലതൊക്കെ ഞാൻ XL ഒന്നും കൂടി വണ്ണം വെച്ചാലെന്നൊക്കെ വെച്ചിട്ട് ഞാൻ XL ചൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു അനാർക്കലി ടൈപ്പ് ആയിട്ടുള്ള ഒരു കുർത്തയാണ്. ഓപ്പണല്ല, കുർത്തയാണ് കേട്ടോ. ഇവിടെ സ്ലീവ് ഒന്നുമില്ല. ഇത് വരുന്നത് എംബ്രോയ്ഡറി ആണ്. നമുക്കിവിടെ വരുന്നത് എംബ്രോയ്ഡറി ആണ്. ഇത് ഞാനൊരു 3-4 വാഷൊക്കെ, അതും മെഷീൻ വാഷ് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മെറ്റീരിയലൊന്നും വേറെ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ഇതെല്ലാം ബിലോ 500 ആണ് വരുന്നത്. നല്ല ഫ്ലെയർഡ് ആയിട്ടാണ് വരുന്നത്. ഇതിനൊരു വൈറ്റ് പാൻറ്റൊക്കെ വെച്ച് പെയർ ചെയ്യുകയാണെങ്കിൽ നല്ല രസമുണ്ടായിരിക്കും. ഇതാണ് അടുത്ത ഐറ്റം. ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഇത് ഒരുപാട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ കളർ ചേഞ്ചുകളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഇവിടെ ഇങ്ങനെ ഒരു ബട്ടൺ ടൈപ്പാണ് വരുന്നത്. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു ഫെദർ. ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 7 to 8 മന്ത്സിൻ്റെ മേളിലായിട്ട് ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. നമുക്ക് റെഗുലർ യൂസിന് വേണ്ടിയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതങ്ങനെ മെറ്റേണിറ്റിക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഫീഡിങ്ങിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സിബ് അറ്റാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു 5 ജോഡി ഡ്രസ്സുകളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മീഷോ അറിയാലോ, എല്ലാവർക്കും അഫോർഡബിളായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മെറ്റേണിറ്റി ആണെന്ന് കരുതിയിട്ട് ചുരിദാർ തന്നെ ഇട്ട് നമുക്ക് അങ്ങനെ നടക്കണമെന്നില്ലല്ലോ. നമ്മുടെ കംഫർട്ടിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ ചൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെയാണ് ഞാൻ ഈ ഒരു 5 ഡ്രസ്സ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.